2017 സെപ്റ്റംബറിലെ ഒരു വൈകുന്നേരം തെക്കു പടിഞ്ഞാറൻ ലണ്ടനിലെ ഒരു ശാന്തമായ കോണിൽ അയൽക്കാർ എന്തോ കുഴപ്പമുള്ളതായി ശ്രദ്ധിച്ചു. വിംബിൾഡൺ പാർക്ക് റോഡിലെ ഒരു വീടിൻ്റെ പിൻതോട്ടത്തിൽ നിന്ന് കനത്ത ചാരനിറത്തിലുള്ള പുക ഉയർന്നു വരുന്നുണ്ടായിരുന്നു. മണം വളരെ കനത്തതും അറപ്പുണ്ടാക്കുന്നതുമായിരുന്നു. സാധാരണ ഒരു ബാർബിക്യൂ പോലെ ആയിരുന്നില്ല അത്. ആളുകൾ ജനലുകൾ അടച്ചു. പക്ഷേ ആ ദുർഗന്ധം വായുവിൽ തങ്ങി നിന്നു. ഒടുവിൽ ആരോ ഫയർ ബ്രിഗേഡിനെ വിളിച്ചു. ഫയർഫോഴ്സ് എത്തിയപ്പോൾ തോട്ടത്തിൻ്റെ ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു. വീടിൻ്റെ പിൻഭാഗത്ത് ഒരു ബോൺ ഫയറിന് ചുറ്റും ഒരാൾ നീങ്ങുന്നത് അവർ കണ്ടു. താൻ മാലിന്യവും ഭക്ഷണവുമാണ് കത്തിക്കുന്നതെന്ന് അയാൾ പറഞ്ഞു. തീജ്വാലകൾ ഉയരത്തിലായിരുന്നു. പുക ഇരുണ്ടതായിരുന്നു. അഗ്നിശമന സേനാംഗങ്ങൾ തീ അണയ്ക്കാൻ ശ്രമിക്കുമ്പോൾ കത്തുന്ന ചാരകൂമ്പാരത്തിനും പകുതി വെന്ത അവശിഷ്ടങ്ങൾക്കുമുള്ളിൽ എന്താണുള്ളതെന്ന് അവർ ഒന്ന് സൂക്ഷിച്ചു നോക്കി. കരിഞ്ഞ മരക്കഷ്ണങ്ങൾക്കും ലോഹങ്ങൾക്കുമിടയിൽ അവിടെ ഉണ്ടാകാൻ പാടില്ലാത്ത ചില രൂപങ്ങൾ അവർ കണ്ടു. അസ്ഥികൾ, ഒരു കൈ, മുഖത്തിൻ്റെ ഭാഗം. തങ്ങൾ നോക്കുന്നത് മനുഷ്യൻ്റെ അവശിഷ്ടങ്ങളാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് എത്തി. തോട്ടത്തിലുണ്ടായിരുന്ന ആൾ വിസം മെദൂനിയായിരുന്നു. തൻ്റെ പങ്കാളിക്കും അവളുടെ 2 കുട്ടികൾക്കുമൊപ്പം ആ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ഫ്രഞ്ച് പൗരൻ. ആദ്യം അതൊരാടിൻ്റെ ജഡമാണെന്ന് അയാൾ അവകാശപ്പെടാൻ ശ്രമിച്ചു. ആ വിശദീകരണത്തിന് അർത്ഥമില്ലായിരുന്നു. ഓഫീസർമാർ അയാളെ കസ്റ്റഡിയിലെടുത്ത് വസ്തുവകകൾ പരിശോധിക്കാൻ തുടങ്ങി. വീടിനുള്ളിൽ സാധാരണ കുടുംബജീവിതത്തിൻ്റെ അടയാളങ്ങൾ അവർ കണ്ടെത്തി. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, വസ്ത്രങ്ങൾ, ദൈനംദിന വസ്തുക്കൾ. പുറത്ത് ബോൺഫയറിൻ്റെ ചാരത്തിൽ നിന്ന് അവർ ആഭരണങ്ങൾ, കണ്ണടയുടെ കഷ്ണങ്ങൾ, ഇരയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മറ്റ് ചെറിയ വസ്തുക്കൾ എന്നിവ കണ്ടെടുത്തു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവശിഷ്ടങ്ങൾ ഒരു മോർച്ചറിയിലേക്ക് മാറ്റി. അവിടെ ഒരു പത്തോളജിസ്റ്റ് ശരീരഭാഗങ്ങൾ പുനർനിർമ്മിക്കാനുള്ള പ്രയാസകരമായ ജോലി ആരംഭിച്ചു. പൊള്ളൽ മിക്കവാറും എല്ലാം മൂടിയിരുന്നെങ്കിലും അന്വേഷകർക്ക് ഉത്തരം കണ്ടെത്താൻ ആവശ്യമായവ അവശേഷിച്ചിരുന്നു. ഇര ഒരു യുവതിയായിരുന്നു. 20കളുടെ തുടക്കത്തിൽ മെലിഞ്ഞ ശരീരം. അവൾ ഏകദേശം പൂർണ്ണമായും കത്തിത്തീർന്നിരുന്നു. എന്നിട്ടും ഫ്രാൻസിലുള്ള അവളുടെ കുടുംബം ഇപ്പോഴും സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു പേര് അവൾക്കുണ്ടായിരുന്നു. അവളുടെ പേര് സോഫി ലിയോൺ എന്നായിരുന്നു. ട്രോയ്സ് നഗരത്തിൽ നിന്നുള്ള 21 വയസ്സുകാരിയായ ഒരു ഓപെയർ. ഡിറ്റക്റ്റീവുകളെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ലളിതവും അതേസമയം വളരെ വലുതുമായിരുന്നു. ആരായിരുന്നു സോഫി? അവൾ എങ്ങനെ ലണ്ടനിലെ ഈ വീട്ടിൽ എത്തിപ്പെട്ടു? കുട്ടികളെ നോക്കുന്ന ജോലി എങ്ങനെയാണ് ഒരു തോട്ടത്തിലെ ബോൺ ഫയറിലേക്ക് നയിച്ച വഴിത്താരയായി മാറിയത്? നമുക്ക് നോക്കാം. ദ ഡാർക്ക് സൈഡിലേക്ക് സ്വാഗതം. ഈ കേസ് മനസ്സിലാക്കാൻ കഥ വർഷങ്ങൾ പിന്നിലേക്ക് പോകേണ്ടതുണ്ട്. ഫ്രാൻസിലെ ട്രോയ്സിലെ ശാന്തമായ തെരുവുകളിലേക്ക്. അവിടെയാണ് സോഫി വളർന്നത്. അവളൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു. അവളുടെ മാതാപിതാക്കളായ കാതറിൻ ഡെവ്ലോണും പാട്രിക് ലിയോണും പിന്നീട് വിവാഹമോചനം നേടി. അവളെ അറിയാവുന്നവർ നീളമുള്ള തവിട്ട് നിറത്തിലുള്ള മുടിയും കണ്ണടയും ശാന്തമായ പെരുമാറ്റവുമുള്ള ഒരു നാണം കുണുങ്ങിയായ പെൺകുട്ടിയായിട്ടാണ് അവളെ ഓർക്കുന്നത്. അവൾ മൃഗങ്ങളെ, പ്രത്യേകിച്ച് കുതിരകളെയും വളർത്തുമൃഗങ്ങളെയും സ്നേഹിച്ചിരുന്നു. സിനിമകൾ കാണാനും ചിത്രം വരയ്ക്കാനും വീഡിയോ ഗെയിമുകൾ കളിക്കാനും അവൾ സമയം ചെലവഴിച്ചു. അവൾ പ്രശസ്തി ആഗ്രഹിച്ചിരുന്നില്ല. മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യപ്പെടുന്ന തരം കൗമാരക്കാരിയായിരുന്നു അവൾ. ചെറുപ്പം മുതലേ അവൾക്ക് കുട്ടികളോട് താല്പര്യമായിരുന്നു. അവരെ പരിചരിക്കുന്നതിന് അവൾക്ക് സ്വാഭാവികമായി തോന്നിയ ഒരു കാര്യമായിരുന്നു. അവൾ വളർന്നപ്പോൾ അധ്യാപകർ അവളെ ശാന്തയും ദയയുള്ളവളും അല്പം നിഷ്കളങ്കവുമായി വിവരിച്ചു. അവൾ വഴക്കുകൾ ഒഴിവാക്കി മുതിർന്നവരെ സന്തോഷിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. സ്കൂൾ കാലയളവിന് ശേഷം അവളുടെ ഭാവി തിരഞ്ഞെടുക്കാൻ ഒരു വഴി തിരഞ്ഞെടുക്കേണ്ടതായി വന്നപ്പോൾ സോഫി ചൈൽഡ് കെയർ തിരഞ്ഞെടുത്തു. പ്രശസ്തിയോ വലിയ പണമോ അവൾ സ്വപ്നം കണ്ടിരുന്നില്ല. അവൾക്ക് സ്ഥിരതയും സ്വന്തമായ ഒരു ചെറിയ സ്ഥലവും അവളുടെ ശാന്തമായ സ്വഭാവത്തിന് അനുയോജ്യമായ ജോലിയും വേണമായിരുന്നു. എന്നാൽ പല യുവ യൂറോപ്പുകാരെ പോലെയും ലോകത്തെ കൂടുതൽ അറിയാനും അവൾ ആഗ്രഹിച്ചിരുന്നു.
അതിനായി ഇംഗ്ലീഷ് പഠിക്കുന്നത് പ്രധാനമായിരുന്നു. ലണ്ടൻ അതിന് അനുയോജ്യമായ ഒരു സ്ഥലമായി അവൾക്കന്ന് തോന്നി. ലണ്ടനിൽ താമസിക്കുന്ന തൻ്റെ 2 ആൺമക്കളെ നോക്കാൻ സഹായം ആവശ്യമുള്ള ഒരു ഫ്രഞ്ച് വനിതയെക്കുറിച്ച് അവൾ കേട്ടു. കുട്ടികളെ നോക്കുക, വീട്ടുജോലികൾ ചെയ്യുക, ഒപ്പം ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തുക എന്നിവയായിരുന്നു ജോലി. ആ സ്ത്രീ ഫാഷൻ ലോകത്തെക്കുറിച്ചും നഗരത്തിലെ സ്റ്റൈലിഷ് ജീവിതത്തെക്കുറിച്ചും സംസാരിച്ചു. ട്രോയ്സിൽ നിന്ന് ഈ ജോലിയെക്കുറിച്ച് കേട്ടപ്പോൾ അതവൾക്ക് വളരെ ആവേശകരമായി തോന്നി. അവർ തമ്മിലുള്ള ചില സംഭാഷണങ്ങൾക്ക് ശേഷം ജോലി അവൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടു. സോഫി ലണ്ടനിലേക്ക് താമസം മാറി. പ്രായപൂർത്തിയായ ജീവിതത്തിലേക്കുള്ള സുരക്ഷിതമായ ചുവടുവെപ്പായി അവൾക്കിത് തോന്നി. അവൾക്കൊരു മുറിയും ഭക്ഷണവും കുറച്ച് പോക്കറ്റ് മണിയും ലഭിക്കും. അവൾ അമ്മയോട് പോകണമെന്ന് പറഞ്ഞു. അമ്മ ആശങ്കപ്പെട്ടെങ്കിലും സോഫിക്ക് സ്വന്തം അനുഭവങ്ങളും ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. 2016 തുടക്കത്തിൽ സോഫി ലണ്ടനിലേക്ക് പോയി. തുടക്കത്തിൽ കാര്യങ്ങൾ ശരിയായി നടന്നു. അയൽക്കാർ അവളെ കുട്ടികളോടൊപ്പം പാർക്കിലും മറ്റും കണ്ടിരുന്നു. അവൾ വീട്ടുകാരുമായി ബന്ധം പുലർത്തി. എന്നാൽ ഉപരിതലത്തിന് താഴെ ജോലി തോന്നിയിരുന്നതിനേക്കാൾ കഠിനമായിരുന്നു. ജോലി സമയം കൂടുതലും ശമ്പളം ആഴ്ചയിൽ വെറും 50 യൂറോ മാത്രമായിരുന്നു. മാസങ്ങൾ കടന്നുപോയപ്പോൾ വീട്ടിലെ അന്തരീക്ഷം മാറി. സ്റ്റൈലിഷ് ആധുനിക കുടുംബം എന്ന പ്രതിച്ഛായ തകർന്നു തുടങ്ങി. സോഫി നിയമങ്ങളില്ലാത്ത ഒരു ലോകത്തകപ്പെട്ടു. സോഫിയെ നിയമിച്ച സ്ത്രീ സബ്രീന ക്വേഡറായിരുന്നു. ഫാഷൻ ഡിസൈനർ എന്ന് അവകാശപ്പെട്ടിരുന്നുവെങ്കിലും അവളുടെ ജീവിതം അസ്ഥിരമായിരുന്നു. സബ്രീന ഇതിനു മുമ്പ് ബോയ്സോൺ എന്ന ബ്രാൻഡിലെ മാർക്ക് വാൾട്ടനുമായി ബന്ധത്തിലായിരുന്നു. ആ ബന്ധം വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ചെങ്കിലും സബ്രീനയ്ക്ക് അതൊരു ഭ്രാന്തമായ ആവേശമായി മാറിയിരുന്നു. അയാൾ തന്നെ ചതിക്കുന്നുവെന്നും പിന്തുടരുന്നുവെന്നും അവൾ ആരോപിച്ചു. അവളുടെ പുതിയ പങ്കാളിയായ വിസം മെദൂനി ശാന്തനും വിദ്യാസമ്പന്നനുമായിരുന്നു. എന്നാൽ അയാൾ സബ്രീനയുടെ വൈകാരിക ലോകത്തേക്ക് വലിച്ചെറിയപ്പെട്ടു. താമസിയാതെ അയാളും സബ്രീനയുടെ വിഭ്രാന്തികളിൽ വിശ്വസിക്കാൻ തുടങ്ങി. വോൾട്ടർ തങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഒരു ശത്രുവാണെന്ന് അവർ ഇരുവരും വിശ്വസിച്ചു. സോഫി അവരുടെ വീട്ടിൽ ജോലിക്കെത്തിയപ്പോൾ അവർ ഈ വികലമായ ലോകവീക്ഷണത്തിലായിരുന്നു. സോഫി ഇംഗ്ലീഷ് പഠിക്കാൻ വന്ന ഒരു യുവതിയാണെന്ന് കാണുന്നതിന് പകരം അവളെ ആ സങ്കല്പിച്ച ഗൂഢാലോചനയുടെ ഭാഗമായാണ് അവർ കണ്ടത്. സബ്രീന സോഫിയെ വിമർശിക്കാനും താഴ്ത്തിക്കെട്ടാനും തുടങ്ങി. സോഫിയാകട്ടെ വഴക്കുകൾ ഒഴിവാക്കാൻ കൂടുതൽ ജോലികൾ ഏറ്റെടുത്ത് ചെയ്തു. പിന്നീട് ആരോപണങ്ങൾ ഇരുണ്ടതായി. സോഫി മാർക്ക് വാൾട്ടനുമായി ബന്ധത്തിലാണെന്ന് സബ്രീന അവകാശപ്പെട്ടു. സോഫി തങ്ങളെ ചാരവൃത്തി നടത്താൻ വന്നതാണെന്നും കുട്ടികളെ ഉപദ്രവിക്കാൻ അയച്ചതാണെന്നും അവർ പറഞ്ഞു. അവർ സോഫിയുടെ പാസ്പോർട്ടും ഫോണും പിടിച്ചെടുത്തു. അവളുടെ ചലനങ്ങളും നിയന്ത്രിച്ചു. പണം നൽകുന്നത് അവർ നിർത്തി. പണമോ ടിക്കറ്റോ ഇല്ലാതെ അവർ ലണ്ടനിൽ കുടുങ്ങി. സോഫി മെലിഞ്ഞു തുടങ്ങിയിരുന്നു. അയൽക്കാർ അവൾ വിശന്നിരിക്കുന്നത് ശ്രദ്ധിച്ചു. വീടിനുള്ളിൽ നിന്ന് അലർച്ചകളും പേടിച്ചരണ്ട ശബ്ദങ്ങളും പല ദിവസങ്ങളിലും കേട്ടിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നു. മനഃശാസ്ത്രപരമായ പീഡനം പതിയെ ഒരു സ്വകാര്യ ചോദ്യം ചെയ്യലുകളായി മാറി. സോഫി മാർക്ക് വാൾട്ടൻ്റെ ഏജൻ്റാണെന്ന് സമ്മതിപ്പിക്കാൻ അവർ മണിക്കൂറുകളോളം അവളെ ചോദ്യം ചെയ്തു. ഇത് അവർ ഫോണിൽ റെക്കോർഡ് ചെയ്തു. ആ റെക്കോർഡിങ്ങലുകളിൽ സോഫി തകർന്ന് ഭയജഗതയായി കേൾക്കപ്പെട്ടു. അതേസമയം ശാരീരിക പീഡനവും തുടങ്ങിയിരുന്നു. സോഫിയുടെ വാരിയെല്ലുകൾ, നെഞ്ചിലെ അസ്ഥി, താടിയെല്ല് എന്നിവ തകർക്കപ്പെട്ടതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. ഇതൊരൊറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല, മറിച്ച് കാലക്രമേണ നടന്ന ക്രൂരമായ മർദ്ദനമായിരുന്നു. 2017 പകുതിയോടെ സോഫി ഫലത്തിലൊരു തടവുകാരിയായി മാറി. 2017 സെപ്റ്റംബറിൽ കാര്യങ്ങൾ മരണത്തിലേക്ക് നയിച്ചു. ആ അവസാന മണിക്കൂറുകളിൽ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് സബ്രീനയ്ക്കും വിസത്തിനും മാത്രമേ അറിയൂ. ബാത്റൂമിൽ നിന്ന് അലർച്ചയും വെള്ളത്തിൻ്റെ ശബ്ദവും കേട്ടതായി സാക്ഷികൾ പറഞ്ഞു. പ്രോസിക്യൂഷൻ വാദിച്ചത് അവർ സോഫിയയെ ബാത്റൂമിൽ വെച്ച് മർദ്ദിക്കുകയും മുക്കിക്കൊല്ലുകയോ അല്ലെങ്കിൽ മാരകമായി പരിക്കേൽപ്പിക്കുകയോ ചെയ്തു എന്നാണ്. അടുത്ത ദിവസം സോഫി മരിച്ചു.
പോലീസിനെ ആംബുലൻസിനെ വിളിക്കുന്നതിന് പകരം അവർ മൃതദേഹം ഒളിപ്പിക്കാൻ ശ്രമിച്ചു. സെപ്റ്റംബർ 20 അവർ മൃതദേഹം തോട്ടത്തിൽ കൊണ്ടുപോയി ഒരു ബോൺഫയർ ഉണ്ടാക്കി കത്തിച്ചു. മരണം മറയ്ക്കാൻ അവർ ബാർബിക്യൂവിൽ അതേസമയം ചിക്കൻ പാകം ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ആ പുകയും മണവുമാണ് അയൽക്കാരെ കൊണ്ട് പരാതി പറയിപ്പിച്ചത്. പോലീസ് ഇര സോഫി ലിയോൺ ആണെന്ന് സ്ഥിരീകരിച്ചു. സബ്രീനയുടെയും വിസത്തിൻ്റെയും കഥകൾ മാറിമറിഞ്ഞു. ഒടുവിൽ മൃതദേഹം കത്തിച്ചതായി അവർ സമ്മതിച്ചെങ്കിലും കൊലപാതകം നിഷേധിച്ചു. എന്നാൽ ഫോണിലെ ചോദ്യം ചെയ്യലുകൾ, റെക്കോർഡിങ്ങുകളും അയൽക്കാരുടെ മൊഴികളും അവർക്കെതിരായിരുന്നു. ലോസ് ഏഞ്ചലസിൽ നിന്ന് മാർക്ക് വാൾട്ടൺ കോടതിയിൽ സാക്ഷി പറയാൻ എത്തി. സബ്രീനയുടെ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹത്തിന് സോഫിയെ അറിയില്ലായിരുന്നു. 2018 ഓൾഡ് ബെയിലിയിൽ വിചാരണ നടന്നു. അവർ പരസ്പരം കുറ്റപ്പെടുത്തി. എന്നാൽ ഇരുവരും ചേർന്നാണ് ഈ ക്രൂരതകൾ ചെയ്തതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരിയും തെറ്റും തിരിച്ചറിയാൻ അവർക്ക് കഴിയുമായിരുന്നുവെന്ന് വിദഗ്ധർ പറഞ്ഞു. 2018 മെയ് 24 കോടതി ഇരുവരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. അവർക്ക് കുറഞ്ഞത് 30 വർഷത്തെ ശിക്ഷയോടുകൂടി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. സോഫിയുടെ മാതാപിതാക്കൾ വേദനയോടെ കോടതിയിൽ ഉണ്ടായിരുന്നു. ഫ്രാൻസിൽ സോഫിയുടെ ശവസംസ്കാരം നടന്നു. ലണ്ടനിൽ അവളുടെ ഓർമ്മയ്ക്കായി മാർച്ചുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വീടുകൾക്കുള്ളിൽ ജോലി ചെയ്യുന്നവർ എത്രത്തോളം സുരക്ഷിതരല്ല എന്നതിലേക്ക് ഈ കേസ് വിരൽ ചൂണ്ടി. സോഫി ലിയോൺ മെച്ചപ്പെട്ട ഭാവി സ്വപ്നം കണ്ട് വീട് വിട്ട് ഇറങ്ങിയ ഒരു പെൺകുട്ടിയായിരുന്നു. തെറ്റായ ആളുകളെ വിശ്വസിച്ചതാണ് അവൾ ചെയ്ത ഒരേയൊരു തെറ്റ്. ഇന്ന് അധികാരം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയുള്ള ഒരു മുന്നറിയിപ്പായി അവളുടെ കഥ നിലനിൽക്കുന്നു. നന്ദി.